പണ്ടൊരു കാലം. അവതരിപ്പിക്കുന്നത് KS ജയലക്ഷ്മി. ഇന്ന് ഞാനൊരു തിരുവാതിരപ്പാട്ട് അവതരിപ്പിച്ചപ്പോൾ വന്ന പലരുടെയും സന്ദേശങ്ങളിൽ നിന്നാണ് ആ ഒരു കാലം ഇവിടെ പറഞ്ഞാലോ എന്ന് വിചാരിച്ചത്. ഞാൻ ആദ്യമായിട്ട് തിരുവാതിരകളി പഠിക്കാൻ ചേരുന്നത് 7ാം വയസ്സിലാണ്. ഏഴരപ്പൊന്നാനിയുടെ നാടായ ഏറ്റുമാനൂരിൽ ജനിച്ച പെൺകുട്ടികളെ അച്ഛനമ്മമാർ തിരുവാതിര, ഡാൻസ്, വിവിധതര സംഗീതോപകരണങ്ങൾ, ചിത്രകല ഇവയൊക്കെ പഠിപ്പിക്കുകയും മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയും തലമുറകളായി ചെയ്തു വന്നിരുന്നു. മറ്റ് ദേശങ്ങളിലെ കാര്യം എനിക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഞങ്ങളുടെ നാടിനെക്കുറിച്ച് എടുത്തു പറഞ്ഞത്. അങ്ങനെ 7ാം വയസ്സിൽ കരയോഗ കെട്ടിടത്തിൽ ചിന്നമ്മ എന്ന മുത്തശ്ശിയമ്മ ഞങ്ങളെ തിരുവാതിര പഠിപ്പിക്കുവാൻ തുടങ്ങി. കാർക്കശ്യവും അച്ചടക്കവും ശിക്ഷണവും ഒക്കെയുള്ള ഡാൻസ് പോലെ കഠിനമായ ബാലപാഠങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. 2 സ്റ്റെപ്പ്, 4 സ്റ്റെപ്പ്, 8 സ്റ്റെപ്പ് അങ്ങനെ പലതരത്തിൽ അരമണ്ഡലത്തിൽ നിന്ന് കാലടികൾ ഉറച്ചതിന് ശേഷമാണ് കഥകളി പദങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങൾ ഞങ്ങളെ തിരുവാതിരയായി പഠിപ്പിച്ചിരുന്നത്. അന്ന് പ്രചാരത്തിലിരുന്ന ഗണപതി സ്തുതികൾ, സരസ്വതി സ്തുതികൾ, ഗുരുവന്ദനം, കുമ്മി, വള്ളപ്പാട്ട് എല്ലാം ചേർന്നതായിരിക്കും അരങ്ങേറ്റത്തിന് എത്തിക്കുന്നതിന് മുമ്പുള്ള പഠനം. കുട്ടികളെ ഏത് പഠനത്തിനായാലും അധ്യാപികയുടെ കൈകളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ശിക്ഷണത്തിന് യാതൊരു തടസ്സവും ഒരു മാതാപിതാക്കളും പറഞ്ഞിരുന്നില്ല. പാട്ടുകളൊക്കെ ബുക്കുകളിൽ എഴുതി വെച്ചിരുന്നത് എൻ്റെ മുത്തശ്ശിയായിരുന്നു. അങ്ങനെ ധാരാളം അടി മേടിച്ചാണ് നല്ല നർത്തകിമാരും തിരുവാതിര കളിക്കാരും ഒക്കെ ഉണ്ടായത്. ശിക്ഷിക്കുന്നവർ കുട്ടികൾ നന്നാകാൻ തന്നെയാണല്ലോ ശിക്ഷിക്കുന്നത്. ഏറ്റുമാനൂർ അമ്പലത്തിൽ അരങ്ങേറ്റം എന്നായിരുന്നു തീരുമാനമെങ്കിലും നടന്നില്ല. എങ്കിലും അരങ്ങേറ്റം വരെ പഠിച്ചതുകൊണ്ട് ഞങ്ങളെല്ലാവരും തികഞ്ഞ തിരുവാതിര കളിക്കാരായി. ധനുമാസക്കാലത്ത് 3-4 ദിവസം മകയിരം തിരുവാതിര നാളുകളിൽ തിരുവാതിര കളി വീടുകളിലും കരയോഗങ്ങളിലും വയ്ക്കുക പതിവായിരുന്നു. വിവാഹം കഴിഞ്ഞ ഉടനെയുള്ള പെൺകുട്ടികൾക്കും കന്യകമാർക്കുമായി പൂത്തിരുവാതിര എന്ന പേരിൽ തിരുവാതിര വയ്ക്കാറുണ്ടായിരുന്നു. മകയിരം തിരുവാതിര നാളുകൾ എത്ര നാഴിക ഉണ്ട് എന്നുള്ളത് കണക്കാക്കിയാണ് അന്ന് 2 വേണോ 3 വേണോ എന്നുള്ള ദിവസക്കണക്ക് വരുന്നത്. മകയിരം നാളിൽ ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലെ ദീപാരാധന സമയം കഴിയുമ്പോൾ എട്ടങ്ങാടി നേദിക്കുക എന്ന ചടങ്ങുണ്ട്. തിരുവാതിര കളിക്കുന്ന വീടുകളിലും കരയോഗങ്ങളിലും മുതിർന്ന സ്ത്രീകൾ ചേർന്ന് അഷ്ടമംഗല്യവും നിലവിളക്കും വെച്ചതിന് മുൻപിൽ ചുട്ടെടുക്കുന്ന 8 കൂട്ടങ്ങൾ, കരിമ്പ്, വൻപയർ, നനകിഴങ്ങ്, ഏത്തക്ക, ചേമ്പ്, കൂർക്ക ഇങ്ങനെ 8 കൂട്ടങ്ങൾ ചേർത്ത് ചുട്ടെടുത്ത് അതിൽ തേനും ശർക്കരയും കൽക്കണ്ടവും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന അതിന് വളരെ സ്വാദാണ്. ഇന്നത്തെ ഈ ചീറ്റോസും മെൻഡോസും ഒന്നും ഇല്ലാത്ത കാലമായതുകൊണ്ട് ഞങ്ങൾ കുട്ടികൾ 2, 3, 4 പ്രാവശ്യമൊക്കെ കൈ നീട്ടും. നോയമ്പ് വ്രതം എടുക്കുന്നവർ അത് കഴിച്ചിരിക്കണം. അതുപോലെ തിരുവാതിരയുടെ അന്ന് തിരുവാതിര പുഴുക്കുണ്ടാവും. അതിൽ കാർഷിക വിഭവങ്ങളെല്ലാം തന്നെ ചേർക്കും. മുമ്പ് പറഞ്ഞതുപോലെ മധുരക്കിഴങ്ങ്, നനകിഴങ്ങ്, വൻപയർ, ചേന, ചേമ്പ്, ഇപ്പോൾ കപ്പയും ചേർക്കുന്നവരുണ്ട്. തിരുവാതിരയ്ക്ക് 1 പുരയോളം തിന്നാമെന്ന് പറയും. സാധാരണയായി ഒരിക്കൽ നോയമ്പെടുക്കുന്നവർ കൂവ കുറുക്കിയത്, ഉപ്പേരി, പഴം ഇവയൊക്കെയാണ് സാധാരണ കഴിക്കാറ്. മകയിര നാളിൽ രാത്രി ദീർഘിക്കുവോളം പലതരത്തിലുള്ള തിരുവാതിര കളിക്കും. അതിൽ രസകരമായ പാട്ടുകൾ പലതുണ്ടായിരിക്കും. ചീരപ്പാട്ട്, കപ്പൽപ്പാട്ട് ഒക്കെയും കുട്ടികളെ രസിപ്പിക്കാനും കണ്ടിരിക്കുന്ന തങ്ങളുടെ ഭർത്താക്കന്മാരെ സന്തോഷിപ്പിക്കാനും ഒക്കെ സ്ത്രീകൾ ആടിയും പാടിയും ചാടിയും കളിച്ചിരുന്നു. അന്ന് ഇത്രയധികം വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്ത കാലമായതുകൊണ്ട് ഒരു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും ഇത് കാണുവാനായിട്ട് രാത്രി ഉടനീളം അവിടെ പങ്കെടുത്തിരുന്നു. സ്ത്രീകൾക്ക് മറക്കുടയ്ക്ക് വെളിയിൽ വരുന്ന ദിവസമായതുകൊണ്ട് ഇല്ലങ്ങളിലും ഒക്കെ പുറത്തു പോകാത്ത സ്ത്രീകളെല്ലാം തിരുവാതിര കാലത്ത് പുറത്തിറങ്ങിയും തിരുവാതിര കളിക്കും. പാക്കും വെറ്റിലയും കൂട്ടി 4 കൂട്ടി മുറുക്കുന്ന പതിവുണ്ട്. രാത്രി വൈകിക്കാനും വെളുപ്പാങ്കാലം ആവാനും വേണ്ടി പലതരം കളികൾ കളിക്കാറുണ്ട്. അതിലൊന്നാണ് ഒന്നാകും മതിലകത്ത് ഒന്നല്ലോ പൂത്തിലഞ്ഞി, ആയിലഞ്ഞി പൂ പറിക്കാൻ പോരിൻ പോരിൻ തോഴിമാരെ എന്നൊരു വിഭാഗം വിളിക്കുകയും എതിർ വിഭാഗം ഞങ്ങളാരും പോരുന്നില്ല, മതിലകത്ത് കണ്ണനുണ്ട്, കൊച്ചുവില്ലും നമ്പുമുണ്ട്, എയ്തു പോയാൽ ചെയ്തു പോകും. അങ്ങനെ 10 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിഞ്ഞ് ചോദിക്കാൻ വരും. വളരെ സ്പീഡിൽ കൂട്ടിമുട്ടത്തക്ക രീതിയിൽ അവസാനിക്കുകയും ചെയ്യും. കുട്ടികളെക്കാൾ ആവേശത്തിലാണ് അന്നേരം ഈ കളികളൊക്കെ പ്രായം ചെന്ന അമ്മൂമ്മമാർ സഹിതം കളിക്കുക. അപ്പോൾ
എൻ്റെ അമ്മയ്ക്ക് നല്ലവണ്ണം ചാടിക്കളിക്കുന്ന കണ്ട് ഞാനൊക്കെ അത്ഭുതം കൂറിയിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആവേശം കണ്ട് നമ്മളെല്ലാം ചിരിക്കും. വിവാഹിതയായ പെൺകുട്ടി ഭർത്താവിന് മുറുക്കാൻ കൊടുക്കും. അത് 101 വെറ്റില കൊടുക്കണം എന്നൊക്കെ പറയും. പാലച്ചുവട്ടിലേക്ക് അതുപോലെ വള്ളപ്പാട്ടുകളൊക്കെ പാടി ഘോഷയാത്രയെ ഒരു പോക്കുവരവുണ്ട്. അപ്പോൾ ആർപ്പോ ഈറോ എന്നൊക്കെ വളരെ ഉച്ചത്തിൽ ആർപ്പ് വിളിക്കാനുള്ള അനുവാദം ഇത്രയൊന്നും സാന്ദ്രയില്ലാത്ത അക്കാലത്ത് അന്നേ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. പ്രായഭേദമന്യേ അമ്മൂമ്മമാരും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ വട്ടം കൂടി ആർപ്പ് വിളിച്ച് വെല്ലുവിളിക്കുകയും അതിനേക്കാൾ ഉച്ചത്തിൽ ആൺകുട്ടികൾ വിളിക്കുമ്പോൾ എന്ന ആർപ്പ് വിളികളിലൂടെ ഒരു ചോദ്യമുണ്ട്. അതൊക്കെ രസകരമായിരുന്നു. അച്ചടക്കത്തോടെ ഒന്നും മിണ്ടാതെ കുനിഞ്ഞു നടന്ന പലരുടെയും ആവേശവും കഴിവും ഒക്കെ വെളിയിൽ വരുന്ന ദിവസങ്ങളായിരുന്നു അത്. അന്ന് പാടിയിരുന്ന ഒരു വള്ളപ്പാട്ട് ഞാനിപ്പോഴും ഓർക്കുന്നു. ആറ്റുവഞ്ചി ജയിപ്പാനും തോറ്റു പോവാതിരിപ്പാനും ഏറ്റുമാനൂരപ്പനൊരു കൂട്ടുപായസം തെയ്തേ. അതിനുശേഷം പാലമരച്ചോട്ടിൽ ചെന്നിരുന്ന് കന്യകയെ അല്ലെങ്കിൽ ഈ ആരാണോ അതിൻ്റെ അകത്ത് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ പൂത്തിരുവാതിരയ്ക്കൊക്കെ ഒരാളെ ഇരുത്തും. ആ ഇരുത്തുന്ന യുവതിയെ അവിടെ പലകയിൽ ഇരുത്തിയിട്ട് പെൺകുട്ടിയോട് പാലയ്ക്ക് വെള്ളം കൊടുക്കാൻ പറയും. അപ്പോൾ പാടുന്ന പാട്ടാണ് പാലക്കീല വന്നു പൂവന്നു കാ വന്നു പാലയ്ക്കു നീർ കൊടു കാർകൂഴലി. അങ്ങനെ 10 വട്ടം നീർ കൊടുക്കാൻ പെൺകുട്ടിയോട് പറയും. അതനുസരിച്ച് എനിക്ക് തോന്നി ഈ പാലയിലുണ്ടാവുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്ന പൂവായിട്ടാണ് ഈ ദശപുഷ്പങ്ങളെ കണക്കാക്കുന്നത്. ദശപുഷ്പങ്ങളാണ് നമ്മൾ തലയിൽ ചൂടാനായിട്ട് ഇതിന് ശേഷം ഉപയോഗിക്കുന്നത്. കിണ്ടിയിൽ നിന്ന് വെള്ളം അങ്ങനെ പാലമരച്ചോട്ടിൽ ഒഴിക്കും. ആ പാലയാണെങ്കിൽ യഥാർത്ഥ പാലയിൽ നിന്ന് കമ്പൊടിച്ച് കുത്തിയതായിരിക്കും. അത് നമുക്ക് അല്പം ദൂരെയൊക്കെ പോയി ഇങ്ങനെ ബഹളമൊക്കെ വെച്ച് പോകാനായിട്ട് നമ്മുടെ സൗകര്യാർത്ഥം ദൂരെ കൊണ്ട് കുത്തിവെക്കും. അത് കൂട്ടത്തിലെ ആൺകുട്ടികളാണ് കുത്തിവെക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കൽ ആർപ്പോ ഈറോ വള്ളപ്പാട്ട് ഭയങ്കര ബഹളമാണ്. അതിൽ ഈ പാലയിൽ നല്ല ബലൂണൊക്കെ ചേർത്ത് അലങ്കരിക്കും. പിന്നെ കന്യകയോ അല്ലെങ്കിൽ ഗർഭാവസ്ഥ വരെയുള്ള പെൺകുട്ടികളെ പൂത്തിരുവാതിരയ്ക്ക് പീഠത്തിലിരുത്തി കല്യാണം ആദ്യമായിട്ട് കഴിഞ്ഞവർക്കത് വിശേഷാലാണ്. ഭർത്താവിനും ഭാര്യയ്ക്കുമൊക്കെ അന്ന് വിശേഷമായിട്ട് അവരെ ഒരു പ്രത്യേക രീതിയിൽ ഇരുത്തുന്ന ദിവസമാണ്. അവർക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ദശപുഷ്പങ്ങളെ ഓരോന്നും തലയിൽ ചൂടാൻ എടുത്തു കൊടുത്ത് ദശപുഷ്പങ്ങളുടെ മാഹാത്മ്യം വർണ്ണിച്ച് പാട്ട് പാടിക്കൊടുക്കും. ഒന്നാമതാകും തിരുതാളിക്കങ്ങോ അച്യുതനുണ്ണി കൃഷ്ണനും അങ്ങനെ ഓരോ പൂവിനും ഓരോ ദൈവങ്ങളായിട്ട് 10 പുഷ്പങ്ങൾക്കും പറയും. ഞാൻ വേണമെങ്കിൽ ഇത് പിന്നീട് പാടി ഇതിൻ്റെ അകത്തിടാം. ഇതിനിടയിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വാഴക്കച്ചിയൊക്കെ കെട്ടി ആൺകുട്ടികൾ പെട്ടെന്ന് ഇരുട്ടത്ത് നിന്ന് ചാടി വന്ന് നമ്മളെ പേടിപ്പിക്കും. പെൺകുട്ടികൾ ചൂടിയതിന് ശേഷം പെൺകുട്ടി ചൂടിയതിന് ശേഷം ബാക്കിയുള്ള പൂവുകൾ എല്ലാവരും എടുക്കുമ്പോൾ ഓരോ പൂവിൻ്റെയും വിശേഷങ്ങളൊക്കെ പറയും. വെളുപ്പാങ്കാലം വരെ നീണ്ടു നിൽക്കുന്ന തിരുവാതിര ദിവസത്തെ തിരുവാതിരകൾക്ക് ശേഷം എല്ലാവരും ഒന്നുകിൽ ഞങ്ങളുടെ നാട്ടിൽ കുളങ്ങളൊക്കെ ആറുകളൊക്കെ വളരെ കുറവാണ് ഞങ്ങൾ താമസിക്കുന്ന അമ്പലത്തിൻ്റെ ഭാഗം. അപ്പോൾ എല്ലാവരും ഒന്നുകിൽ തിരുവാതിര വെച്ച വീടുകളിൽ കുളിക്കും, അല്ലെങ്കിൽ അത്രയ്ക്ക് ഒരുമയാണ്. അമ്പലക്കുളത്തിൽ പോയി തുടിച്ച് കുളിക്കും. അതിനുശേഷം ക്ഷേത്ര ദർശനത്തിനായിട്ട് ഏറ്റുമാനൂർ അമ്പലത്തിൽ പോകും. ശിവൻ്റെ ക്ഷേത്രങ്ങളിൽ പ്രധാനമാണല്ലോ ധനുമാസ തിരുവാതിര, അദ്ദേഹത്തിൻ്റെ ജന്മനാളല്ലേ. അവിടെ നിർമ്മാല്യം തൊഴുന്ന തീർത്ഥം പഞ്ചാമൃതം ഒക്കെ ധാരാളം വാങ്ങി പാത്രത്തിലാക്കി കൊണ്ടുപോരും. കാരണം അത്ര സ്വാദിഷ്ടമാണ്. അത്രയും സ്വാദുള്ള ഒരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറയാം. 2 കൈകളും തുടച്ചിട്ട് വളയിട്ട കൈ മറ്റേ കൈയെ ഊരിയിട്ടിട്ട് വീണ്ടും വീണ്ടും മേടിക്കുന്ന ബിരുദന്മാരും ബിരുദികളും ഒക്കെയുണ്ട്. പിറ്റേ ദിവസം ക്ലാസ് ഉണ്ടെങ്കിലും വർഷത്തിലൊരിക്കലുള്ള തിരുവാതിരകളി രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്നതുകൊണ്ട് മുട്ടുകളിൽ നീര് വെച്ചാലും ഇതെല്ലാ ദിവസവും ഉണ്ടാവണമെന്ന് തോന്നും. കാരണം ഉറക്കച്ചടവൊക്കെ ഉണ്ടെങ്കിലും ആ ദിവസങ്ങളിൽ വളരെ കളികളാണ്. അപ്പോൾ എല്ലാവരെയും അവിടെ വെച്ച് കാണാൻ പറ്റും. കൂട്ടുകാരെയൊക്കെ എല്ലാവരും കൂടി ഭയങ്കര കളികളാണ്. അപ്പോൾ എവിടെയാണോ തിരുവാതിര നടക്കുന്നത് ആ വീട്ടിലുണ്ടാവും ആ ഭാഗത്തെ ആൾക്കാരെല്ലാം. ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമാണ്. വിശാലമായ മുറ്റങ്ങളുള്ള വീടാണ് ഇതിന് തിരഞ്ഞെടുത്തിരുന്നത്. ആ മുറ്റങ്ങളിൽ നടുഭാഗത്ത് ഒരു വട്ടത്തിൽ കുട്ടികളെല്ലാം നിൽക്കും. ചുറ്റിനുമുള്ള വട്ടത്തിൽ അമ്മമാരും മുതിർന്ന സ്ത്രീകൾ നിൽക്കും. അങ്ങനെ വലുതായ വട്ടത്തിൽ ഒരാൾ പാടിക്കളിക്കുന്ന തിരുവാതിര ഏറ്റുപാടി അവർ ചെയ്യുന്നതനുസരിച്ച് ചൂടുകൾ വയ്ക്കും. അതിന് കാരണം ഞാൻ മുമ്പ് പറഞ്ഞ തന്നെ പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ 6-7 വയസ്സ് തൊട്ട് തിരുവാതിര ഡാൻസ് ചിത്രകലയൊക്കെ പഠിപ്പിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ചുറ്റുവട്ടങ്ങളിൽ തിരുവാതിര വയ്ക്കുമ്പോൾ എൻ്റെ അമ്മ ഞാനൊക്കെ തിരുവാതിര കളിക്കാൻ പോകും. ഞങ്ങളെ പ്രത്യേകം ക്ഷണിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഏറ്റുമാനൂർ അമ്പലത്തിൽ തിരുവാതിര അരങ്ങേറിയത് വിവാഹത്തിന് തൊട്ട് മുമ്പാണ്. അന്ന് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പ് തകരാൻ കാരണം അതിലെ പെൺകുട്ടികളെ ഓരോരുത്തരെയായി വിവാഹം കഴിപ്പിച്ച് അയച്ചോടുകൂടിയാണ്
പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഓഫീസിൽ എത്തിച്ചേർന്നപ്പോൾ മെഡിക്കൽ കോളേജിലെ ഓഫീസിലെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയായതുകൊണ്ടാവാം അന്നത്തെ പ്രിൻസിപ്പളായിരുന്നു ദേവകുമാർ സാർ ഇപ്രാവശ്യത്തെ ഓണാഘോഷങ്ങളും സദ്യയും നമുക്കൊരു പെൺകുട്ടിയെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്രതീക്ഷിതമായി വന്ന ചുമതല ഞെട്ടലോടുകൂടി എനിക്കാണ് എന്നറിഞ്ഞു. അന്ന് സദ്യയും വലുതായ ഓരോ ഓണപ്പൂക്കളമൊക്കെ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ഒരുക്കി. അതിനുശേഷം ഒരു വർഷം തിരുവാതിരപ്പാട്ട് പാടിയപ്പോൾ അന്നത്തെ പ്രിൻസിപ്പളായിരുന്ന മെഹർനീസ മാഡം ഒരു തിരുവാതിര അടുത്ത വട്ടം ഉണ്ടാവണമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ അടുത്ത 5 വർഷങ്ങളിൽ അവിടുത്തെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള 45ഓളം ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള വിവിധ വിഭാഗം ജീവനക്കാരെ ഒരുമിപ്പിച്ച് തിരുവാതിര പഠിപ്പിച്ചു, കളിച്ചു. അത് കണ്ട് ഇഷ്ടപ്പെട്ട പതോളജിയിൽ ജോലി ചെയ്യുന്ന സമയം അവിടുത്തെ ഡോക്ടേഴ്സും പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി അവിടെയും കളിച്ചു. അങ്ങനെ അത് രസകരമായൊരു കാലമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ജോലി ചെയ്യുന്ന കുട്ടികൾ ആശുപത്രി എത്തിയപ്പോഴും ഒരു തവണ തിരുവാമണി രാവ് എന്നുള്ള പാട്ട് വേണമെന്ന് എല്ലാവരും സജസ്റ്റ് ചെയ്ത് അങ്ങനെ അത് പഠിപ്പിച്ചു. അത് മനോഹരമായൊരു അനുഭവമായിരുന്നു. അന്ന് പലവിധ പരിപാടികളിൽ ഞാൻ പങ്കെടുത്തു. എല്ലാം രസകരമായിരുന്നു. എല്ലാത്തിനും സമ്മാനങ്ങളൊക്കെ കിട്ടി. പിന്നീട് ഒരു പ്രാവശ്യം കൂടെ കളിച്ചു. അന്നും ഒരു കഥകളിപ്പദവും വേറൊരു പാട്ടും എടുത്ത് ചെയ്തെങ്കിലും അന്ന് മുമ്പിൽ പ്രവർത്തിക്കാൻ മറ്റൊരാളുണ്ടായിരുന്നു. അപ്പോൾ ഇടിച്ചു കയറുന്ന സ്വഭാവം നന്നല്ലാത്തതുകൊണ്ട് ഞാൻ പാട്ടിൻ്റെ സജഷനും സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ നല്ല രീതിയിൽ അത് അവതരിപ്പിച്ച് ലൈവായിട്ട് ഫേസ്ബുക്കിൽ സൂപ്രണ്ടിടുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ 3-4 വർഷമായിട്ട് ഞാൻ ഒന്നിലും പങ്കെടുക്കാറില്ല. അത് ജീവിതത്തിലെ ചില ദുരന്തങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. എങ്കിലും എൻ്റെ മനസ്സ് പാകപ്പെട്ടാൽ ഞാൻ ഇനിയും തിരുവാതിര കളിക്കും.